രാഹുൽ, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. ആൻഡ് ഐ വുഡ് റിയലി ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഭാസ്കർ ഓൺ ദിസ്. പിന്നെ പുതിയ പ്രോജക്റ്റ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. നാളെ ഈവനിങ്ങിന് മുമ്പ് തീർക്കണം. ഓക്കെ? ഭാസ്കറിന് മാത്രം പെർഫോമൻസ് പോരാ, എനിക്ക് ഹോൾ ടീമിൻ്റെ സിനർജി വേണം, എസ്പെഷ്യലി യു. എടാ, ക്രെഡിറ്റ് എനിക്ക് തന്നെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഡാ, എന്തു പറ്റി? എനിക്ക് മടുത്തു. എല്ലാ ജോലിയും എനിക്ക്, എല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കുകയും വേണം. എന്നിട്ട് ഈ ടോർച്ചറിങ്ങും ഞാൻ സഹിക്കണം. ഇപ്പൊ പുതിയ ജോലി തന്നിരിക്കുകയാണ് MD. നീയും ഞാനും കൂടെ ചെയ്ത് തീർക്കാൻ, അതും നാളെ വൈകുന്നേരത്തിന് മുമ്പ്. ആലോചിക്കുമ്പോ എടാ, ഇതിനാണോ ടെൻഷൻ അടിച്ചേ? ഏത് പ്രോജക്റ്റ് ആയാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നു. സാലറി നോക്കിയിട്ടാണ് ഈ ജോലിക്ക് കയറിയത്. വീട്ടുകാരെതിർത്തിട്ടും രാജിവെക്കാന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിയാതെ അവരെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും തരില്ല. തിരിച്ചു തന്ന വീട്ടുകാരുടെ പ്രതികരണവും സർട്ടിഫിക്കറ്റില്ല ജോലി അന്വേഷണവും ആലോചിക്കാൻ വയ്യ. നീ ജോലി തുടങ്ങിക്കോ, ഞാനില്ലേ കൂടെ. ചിന്നു വിളിച്ചില്ലല്ലോ. ആ സിസ്റ്റം ഓൺ ചെയ്ത് വച്ചേക്കാം. യവൻ പണി തുടങ്ങിയ നീ എവിടെ പോവാ? ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. എടാ, കഴിഞ്ഞോ? ഒരു കോള് വന്നു, അതാ ലേറ്റായ. അപ്പോൾ നമുക്കിറങ്ങാം. ശരി. ജോലിസ്ഥലത്തെ സമ്മർദ്ദവും ജോലി ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാത്ത എൻ്റെ മേലധികാരിയുടെ എന്നോടുള്ള സമീപനവും എനിക്ക് താങ്ങാവുന്നതിലും അധികമാണ്. ബൈ ഫ്രണ്ട്സ്, ഇതെൻ്റെ അവസാനത്തെ പോസ്റ്റാണ്. എനിക്കിനി ഇങ്ങനെ തുടരാൻ കഴിയാത്തതുകൊണ്ടും എനിക്ക് മറ്റൊരിടത്തും ജോലി കിട്ടാത്ത വിധം കാര്യങ്ങൾ എൻ്റെ മേലധികാരികൾ ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ വേറൊരു വഴിയും കാണുന്നില്ല. ഗുഡ് ബൈ.
രാഹുൽ, നീയും എന്നെ പോലെ മരിക്കുന്നതാ നല്ലത്. നമ്മളെപ്പോലെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരെ ഈ ലോകത്തിന് വേണ്ട. നമ്മുടെ സ്ഥാനം ഇവിടെ അല്ല. വരൂ രാഹുൽ, എവിടെ ചെന്നാലും ഇതേ നമുക്ക് കിട്ടുള്ളൂ. മരണമല്ലാതെ വേറൊരു വഴിയില്ല. വരൂ രാഹുൽ. നീ എന്നെ പോലെ മരിക്കുന്നതാണ്. ആ ഒരു സമയത്തെ വിഷമത്തിലും എൻ്റെ ജീവിതവുമായി അവൾക്കുള്ള സാമ്യതയിലും ഒരു നിമിഷം ഞാൻ എൻ്റെ മാനസിക നില കൈവിട്ടു. എന്നെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടിയ നിമിഷം ഞാനൊരു തീരുമാനമെടുത്തു. ഡാ, നീ ജോലി രാജിവെക്കാൻ പോവാന്ന് കേട്ടു. രാജിവെക്കല്ലേടാ, നിനക്കേ പണി അറിയാവൂ. നീ ആ സിറ്റി ഉണ്ടോ? ഇത്രയും വലിയൊരു സിറ്റിയിൽ എന്തിനാ ഞാനൊരു ക്യാബിനുള്ളിലിരുന്ന് വല്ലോർക്കും വേണ്ടി പണി ചെയ്ത് കഷ്ടപ്പെട്ട് വല്ലോർക്കും അപ്രീസിയേഷൻ മേടിച്ചു കൊടുക്കുന്നത്? ജോലി ചെയ്യുന്ന സ്ഥലമല്ല, ജോലിയിലുള്ള അറിവിലാണ് കാര്യമൊന്ന് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകി. ജോലി ചെയ്യാത്തവർ ശരി. അവഗണന ജീവിക്കാനുള്ള മോഹം നശിപ്പിക്കുമെങ്കിലും ജോലി അറിയുന്നത് ജോലി സ്ഥലത്തേക്കാൾ പ്രധാനമാണെന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും ഉദിച്ചുണർന്നത്. എനിക്കർഹതപ്പെട്ടത് ഈ നിമിഷം കിട്ടിയില്ലെങ്കിലും അത് എന്നെങ്കിലും എന്നെ തേടി വരുമെന്ന വിശ്വാസത്തോടെ ഞാൻ ജീവിക്കുന്നു.